ഹായ്. മാർക്കോ ഡയറക്റ്റഡ് ബൈ ഹനീഫ് അദേനി. ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ആക്ഷൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ബ്രൂട്ടാലിറ്റി, വയലൻസ് ഉള്ള ഒരു പടമാണ് മാർക്കോ. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇന്നലെ തിയേറ്റർ ഹൗസ്ഫുള്ളായിട്ട് ഫ്രണ്ട് റോയിൽ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഞാൻ ഈ പടം കണ്ടത്. സിനിമ കാണാൻ കയറിയതിൽ അധികവും 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. തിയേറ്റർ മൊത്തം ഫില്ലായിട്ട് നല്ല വൈബിൽ കണ്ട ഒരു പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ബേസിക്കലി ആക്ഷൻ മൂവീസൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ആക്ഷൻ, പലതരത്തിലുള്ള ആക്ഷൻ ഉണ്ടല്ലോ, അതായത് മാർഷൽ ആർട്സ്, അതല്ലാത്ത പല ടൈപ്പ് ആക്ഷൻ കൊറിയോഗ്രഫികളുണ്ട്. പക്ഷെ ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രൂട്ടാലിറ്റി, എങ്ങനെ ഒരാളെ പരമാവധി ബ്രൂട്ടലായിട്ട് തല്ലിക്കൊല്ലാം എന്നുള്ളതാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളുടെയൊക്കെ മെയിൻ ത്രെഡ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. നമ്മൾ ജോൺ വിക്കിലെല്ലാം കണ്ടിട്ടില്ലേ, വളരെ സില്ലി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിരിക്കും. ഈ മാർക്കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ത്രെഡ് എന്ന് പറയുന്നത് രണ്ട് ഫാമിലികൾ തമ്മിലുള്ള പ്രശ്നവും അതിൻ്റെ റിവെഞ്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ വരുന്ന കഥാപാത്രങ്ങളാണ് നമ്മുടെ സിദ്ദീഖ്, അതുപോലെ തന്നെ ലീഡ് റോളിൽ അഭിനയിച്ചിട്ടുള്ള ഉണ്ണി മുകുന്ദൻ, പിന്നെ ജഗദീഷ്. എടുത്തു വരേണ്ട ഒരു ആക്ടറാണ്, അല്ലെങ്കിൽ ഒരു കഥാപാത്രമാണ്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൊരു ജഗദീഷ് ഒന്നുമല്ല കേട്ടോ, വേറെ ലെവല് കഥാപാത്രം. അത് ചെയ്തു വെച്ചിട്ടുള്ളത് തന്നെ അടിപൊളിയായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മാനറിസം, അദ്ദേഹത്തിൻ്റെ ഡയലോഗ്, ഈ ഔട്ട്ഫിറ്റ് സ്റ്റൈലായി കഴിഞ്ഞാലും ആ കഥാപാത്രം തന്നെ ഒരു പ്രത്യേകതരം ടൈപ്പാണ്. ഒരു ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഗംഭീരം. നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഒടുക്കത്തൊരു വില്ലനാണ്. അതായത് പ്രത്യക്ഷത്തിൽ അയാൾ അങ്ങനെ വലിയ ബ്രൂട്ടാലിറ്റി കാണിക്കുന്നില്ല എങ്കിൽ പോലും അയാളുടെ മാനറിസത്തിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലിയ വില്ലനാണെന്ന്. പിന്നെ ഷമ്മി തിലകൻ്റെ മോൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള, അതിൻ്റെ സൗണ്ട് നല്ല കിടിലൻ സൗണ്ടാണ്. അതായത് അത് തിയേറ്ററിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഡ് റോളിൽ അഭിനയിച്ചിട്ടുള്ള ഉണ്ണി മുകുന്ദൻ്റെ ഒരു വൺ മാൻ ഷോ ആണ് ഈ പടം. തുടക്കം മുതൽ അവസാനം വരെ, ആദ്യം മുതൽ അവസാനം വരെ അടി തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഒരു സ്ക്രിപ്റ്റെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു കഥാപാത്രത്തിന്റെ ക്യാരക്ടറൈസേഷനും അതിന്റെ മാനറിസങ്ങളും സ്വഭാവമൊക്കെ എഴുതുന്നതിന് പകരം എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ ഒരാളെ എങ്ങനെ കൊല്ലണം എന്നുള്ളതായിരിക്കും ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാകുക. അത്രയും ബ്രൂട്ടാലിറ്റിയാണ്. തുടക്കം, ആദ്യത്തെ ഫൈറ്റ്, രണ്ടാമത് ഈ പടത്തിലൊരു സ്റ്റെപ്പ്, അതായത് സ്റ്റെയർ കേസിൽ ഇങ്ങനെ കയറിയിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്. ആ ഭാഗത്തെല്ലാം ഇതിന്റെ ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. ചന്ദ്രു എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത്. ഷമീർ മുഹമ്മദാണ് പടത്തിന്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. എഡിറ്റിങ്ങും സൂപ്പറാട്ടോ. ആദ്യം ഇതിന്റെ ഒരു ടൈറ്റിൽ കാർഡ് വരുന്നൊരു സാധനമുണ്ട്, അത് സൂപ്പറായിരുന്നു. ആ ഒരു എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ആക്ഷൻ കൊറിയോഗ്രഫി പിന്നെ പറയണ്ട, തുടക്കം മുതൽ അവസാനം വരെ ബ്രൂട്ടാലിറ്റിയുടെ എക്സ്ട്രീമാണ്. ഇതിനേക്കാളപ്പുറത്ത് ബ്രൂട്ടാലിറ്റി ഒരു സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. ഇനി അങ്ങോട്ടേക്ക് വരുന്ന ആക്ഷൻ പടങ്ങളുടെ എല്ലാം ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, ആൾക്കാർ കമ്പയർ ചെയ്യും, മാർക്കോട് അത്രയും വയലന്റ് ആണോ, അല്ലെങ്കിൽ മാർക്കോയെക്കാളും കൂടുതൽ വയലൻസ് ആ പടത്തിലുണ്ടോ, അങ്ങനെ ഒരു സാധനം വരും. നമ്മൾ ഈ KGF എല്ലാം വന്നതിന് ശേഷം നമ്മൾ ചോദിക്കില്ലേ, KGFന്റെ അത്രയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കില്ലേ, അതുപോലെ തന്നെ മാർക്കോട് അത്രയും ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. അപ്പൊ ഇതിന് മുകളിലേക്ക് ഒരു സാധനം ചെയ്യാന്ന് വെച്ചാൽ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന് വേറെ ഒന്നും ചെയ്യാനില്ല, എല്ലാം ഉണ്ട്. വെടി വെച്ച് കൊല്ലുന്ന പിന്നെ നമുക്ക് പിന്നെയും സഹിക്കാം, കാരണം ഒരു വെടിയോട് കൂടിയിട്ട് ആള് തീരുമല്ലോ. ഇത് കൊല ചെയ്യലാണ്. വളരെ ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് ആണ്. പിന്നെ ഇതിൽ അങ്ങനെ കുട്ടികള്, സ്ത്രീകള്, വയസ്സായവര് അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് ഇതിൽ കൊല വിളിക്കുന്നത്. ഈ സിദ്ദീഖിന്റെ വീട്ടിൽ വന്നിട്ട് ഗാങ്സ്റ്റേഴ്സ് നടത്തുന്ന ഒരു കൊലയുണ്ട് സെക്കൻഡ് ഹാഫിൽ. അത് കണ്ടിരിക്കാന്ന് വെച്ചാലില്ലേ, എൻ്റെ അമ്മോ, അത് ഒരു വല്ലാത്ത, അതെനിക്കറിയില്ല ഇതെങ്ങനെ അവര് ചെയ്തു എന്നുള്ളതായിരുന്നു നമുക്ക് തന്നെ ഒരു ഇത് തോന്നും. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ ചിന്തിക്കുമോ, അത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരുപാട് വയലൻസ് ഈ സിനിമയിലുണ്ട്. ഓരോ ആക്ഷൻ കൊറിയോഗ്രഫിയും ഗംഭീരമാണ് കേട്ടോ. അതായത് ടെക്നിക്കലി വളരെ അടിപൊളിയായിട്ടുള്ളൊരു സിനിമയാണ്. ഇനി എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുള്ള 2-3 കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ, ഈ ഹനീഫ് അദേനിയുടെ സിനിമകളിലൊക്കെ ഈ ചെറിയ കുട്ടികളെ കൊണ്ട് വലിയ ഡയലോഗെല്ലാം പറയിപ്പിക്കും. അതായത് ഈ ഹീറോയെ തള്ളുന്നില്ലേ, നമ്മൾ ഈ ഗ്രേറ്റ് ഫാദറിലെല്ലാം മമ്മൂട്ടിയുടെ റോളിനെ കുറിച്ചിട്ട് ഒരാൾ ഇങ്ങനെ പറയില്ല, ഒരു കുട്ടി ഇങ്ങനെ പറയില്ലേ, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതുപോലെ ഈ സിനിമയിലും ഒരു ചെക്കൻ ഇരുന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും തള്ളി മറിക്കുന്നുണ്ട്. മാർക്കോ അങ്ങനെയാണ്, മാർക്കോയ്ക്ക് മസിലുണ്ട്, മാർക്കോ ചിരിക്കുമ്പോൾ പല്ല് കാണും, മാർക്കോ കരയുമ്പോൾ കണ്ണീന്ന് വെള്ളം വരും. ഇങ്ങനെ എന്തൊക്കെയോ കുറേ തള്ളുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും തള്ളുന്നുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നും, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി തോന്നും. അവസാനം ഒരു വില്ലൻ വന്നിട്ട് ഈ ചെക്കൻ്റെ തലയിൽ ഒരു ഗ്യാസ് സിലിണ്ടർ എടുത്ത് ഇടും. അതോടെ സമാധാനം, ചെക്കൻ തീരും. അത്രയും വെറുപ്പിക്കലായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത്, മാർക്കോയുടെ ഒരു റൊമാൻറ്റിക് ട്രാക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ റൊമാൻറ്റിക് ട്രാക്കിൽ ഒരു ഘട്ടത്തിൽ ഈ ഹീറോയിൻ, നായിക മാർക്കോയോട് പറയുന്നുണ്ട്, നിന്റെ ഈ
ടോക്സിസിറ്റിയും ഈ ഒബ്സഷനൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ റിലേഷൻ ബ്രേക്ക് ചെയ്ത് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു സീനിൽ മാർക്കോ പറയുന്നുണ്ട് എൻ്റെ ഈ ടോക്സിസിറ്റി എന്ന് പറയുന്നത് നിന്നോടുള്ള ഇഷ്ടമാണെന്ന്. അതൊന്നും എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ആയിരുന്നില്ല. പക്ഷേ സിനിമയുടെ കഥാപാത്രങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കഥാപാത്രം അങ്ങനെ സംസാരിക്കും, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രം. പിന്നെ അത്രയേ ഉള്ളൂ. അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്. മേക്കിംഗ് അടിപൊളിയാണ്, വളരെ സില്ലി ആയിട്ടുള്ള സ്റ്റോറിയാണ്, പക്ഷേ ഇതിൻ്റെ മേക്കിംഗ് അടിപൊളിയായിരുന്നു. കൊടും വയലൻസ് ആണ്. സോ വയലൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം കയറുക. നോക്കിക്കോ, ആക്ഷൻ അല്ല, വയലൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം. ആക്ഷനും വയലൻസും രണ്ടും രണ്ടാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തലവേദനയും അതുപോലെ തന്നെ നമുക്ക് ഒരു മാതിരിയാവും. ഇത്രയും വയലൻസ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെത്തും. സോ അതെല്ലാം താങ്ങാൻ ശേഷിയുള്ള ആൾക്കാർ മാത്രം പടത്തിന് കയറുക. പിന്നെ ഈ പടത്തിൻ്റെ മ്യൂസിക്, രവി ബാസ്റ്റുഡിൻ്റെ മ്യൂസിക് അതിഗംഭീരം. അതായത് ടൈറ്റിൽ കാർഡിലാണ് ആ പാട്ട് വരുന്നത്, മറ്റേ ഡബ്സിയുടെ മാറ്റിയൊരു പാട്ടില്ലേ, ആ പാട്ട് വരുന്നത്. അത് തിയേറ്ററിൽ കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ അതല്ലാതെ വെറുതെ യൂട്യൂബിൽ കേട്ട സമയത്ത് എനിക്ക് അത്ര വലിയ ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല, പക്ഷെ തിയേറ്ററിൽ കേൾക്കുന്ന സമയത്ത് ഗംഭീരമായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം തോന്നിയത്, ഈ സിനിമയിൽ ചില ഭാഗങ്ങളിലൊക്കെ നമ്മുടെ പീക്കി ബ്ലൈൻഡേഴ്സിൻ്റെ പല സീനുകളും അവർ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പീക്കി ബ്ലൈൻഡേഴ്സിൻ്റെ സീൻ ഒറിജിനലി അഡാപ്റ്റ് ചെയ്തൊന്നുമല്ല, ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഉണ്ണിമുന്തൻ ഈ സ്മോക്ക് ചെയ്തുകൊണ്ട് നടക്കുന്ന സീനല്ലോ ഇല്ലേ, അതിൽ അങ്ങനെയുള്ള സീനുകളൊക്കെ പലതും എനിക്ക് പീക്കി ബ്ലൈൻഡേഴ്സിലത്തെ ചില സീനുകളുമായിട്ട് അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ ഒരു സീനിൽ ഈ ഉണ്ണി മുകുന്ദൻ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു സാധനമുണ്ട്. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മഴ പെയ്യും, കൊട നിവർത്തും, പിന്നെ സ്ലോ മോഷനിൽ നടക്കേണ്ടി വരും. അതെല്ലാം നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബി തൊട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് പോലെ തോന്നി. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമയിലെ ഒരു കഥാപാത്രവും എന്നെ പേഴ്സണലി ഇമോഷണലി കണക്ട് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടെന്നറിയില്ല. കാരണം എനിക്ക് തോന്നുന്ന ഒരു കാരണം, ആര് വന്നു കഴിഞ്ഞാലും നമ്മളൊരു കൊല പ്രതീക്ഷിക്കുന്നുണ്ട്, എന്തായാലും ഇവൻ ചാവും. അപ്പോൾ ഒരുപാട് സമയം ആർക്കും സ്ക്രീൻ പ്രസൻസ് ഇല്ല, എന്തായാലും അവനെ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ ചാകും, അങ്ങനെ തോന്നലുള്ളത് കൊണ്ട് ആണെന്ന് തോന്നുന്നു. ആരും അങ്ങനെ ഇമോഷണലി കണക്ട് ആവുന്ന കഥാപാത്രങ്ങളൊന്നും എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം അവരുടെ ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് സിദ്ദീഖ്, ജഗദീഷ്, അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ്റെ ഫിസിക്ക് കിടിലായിരുന്നു കേട്ടോ. ഒരു ഫൈനൽ ഫൈറ്റിന്റെ സമയത്ത് ഇയാൾ ഷർട്ട് മൊത്തം ഊരിയിട്ട് വരുന്ന ഒരു സീനുണ്ട്, അതെല്ലാം നല്ല ഗംഭീരമാണ്. അതിലൊന്നും ഒരു തർക്കമില്ല, അയാൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിയുടെ സ്ക്രീൻ പ്രസൻസും ഗംഭീരമാണ്. അതായത് ആളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇയാൾ ഈ രീതിയിൽ ആൾക്കാരെ ബ്രൂട്ടലായിട്ട് തട്ടിക്കളയും എന്നുള്ള കാര്യം നമുക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. അങ്ങനെ ഒരു ഫിസിക്കും സ്റ്റൈലല്ലായിരുന്നു, അതിലൊന്നും ഒരു തർക്കമില്ല. അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു ബ്രൂട്ടൽ വയലൻസ് ഉള്ളൊരു പടമാണ് മാർക്കോ എന്ന് പറയുന്നത്. സോ വയലൻസ് അല്ലെങ്കിൽ ബ്രൂട്ടാലിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം കയറുക. അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് ഇത് കാണുക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പടത്തിന് കയറിയിട്ടുള്ള ആൾക്കാർ മൊത്തം ചെറുപ്പക്കാരായിരുന്നു. അതായത് ഒരു 18-നും 25-നും ഇടയിലുള്ള ആൾക്കാരാണ്. അവരുടെ ആ ഒരു വൈബും ആ ഒരു കയ്യടിയും കൂക്കി വിളിക്കലെല്ലാം ആകുമ്പോഴത്തേക്ക് നമുക്ക് സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തിയേറ്ററിൽ കയറാൻ വേണ്ടി പറ്റും. സെക്കൻഡ് ഹാഫ് തൊട്ട് അങ്ങോട്ടേക്ക് മാരകമായിട്ടുള്ള ബ്രൂട്ടാലിറ്റിയാണ്. സോ അത് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം കയറുക. ഒരു ഫിലിം എന്ന നിലയിൽ ഇതൊരു വൻ പടമാണ്. അതായത് കൊള്ളാം, ഒരു 1.5 പടമാണ്. ഇനി അതിൽ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറം ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് മാർക്കോ. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ദി ഡയറക്ടർ ഹനീഫ് അദേനി. വല്ലാത്തൊരു മേക്കിംഗ് ആയി പോയിട്ടോ, ഗംഭീരം.